ഫ്രണ്ട്സ്, ദി ബുക്ക് ഓഫ് ഈനോക്കിനെ കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കുമല്ലോ. 5 ഭാഗങ്ങളുള്ള ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ദി ബുക്ക് ഓഫ് വാച്ചേഴ്സ്. ദ ബുക്ക് ഓഫ് ഈനോക്കിലെ ആദ്യ ബുക്കായ വാച്ചേഴ്സ് അഥവാ കാവൽക്കാർ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം 4-ാം നൂറ്റാണ്ട് വരെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സീക്രട്ട് ബുക്കായിരുന്നു. ദൈവകൽപ്പനയെ ധിക്കരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടുത്തെ സുന്ദരിമാരുമായി കൂടിക്കലർന്ന് രാക്ഷസ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ മാലാഖമാരെ കുറിച്ച് ബൈബിളിൽ ഒരു സെന്റൻസിൽ ഒതുക്കിയപ്പോൾ വളരെ വിശദമായി ഇതിൽ അത് വിവരിച്ചിട്ടുണ്ട്. ദൈവപുത്രന്മാരായ മാലാഖമാരുടെ ഈ പ്രവൃത്തികളോട് യോജിക്കുവാൻ കഴിയാത്തതിലാണെന്ന് തോന്നുന്നു. 375 AD ബൈബിളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ബുക്കുകളെ കുറിച്ചുള്ള ലിസ്റ്റിൽ ഈ ബുക്ക് ചർച്ച് ഫാദർ അത്താനിയോസ് ഉൾപ്പെടുത്താതിരുന്നത്. ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ ഇവ പിന്തള്ളപ്പെട്ടു എങ്കിലും എത്യോപ്യൻ ബൈബിളിൽ അവർ അത് ചേർത്തിരുന്നു. 1773 സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു പര്യവേഷകൻ ഇതിൻ്റെ 3 കോപ്പികൾ എത്യോപ്യയിൽ നിന്നും കൊണ്ടുവരുന്നത് വരെ ഇത് ലോകത്തിന് മറയപ്പെട്ട് കിടക്കുകയായിരുന്നു. 1887 ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഈജിപ്തിൽ ഒരു കല്ലറയിൽ നിന്നും കിട്ടുകയുണ്ടായി. അതിനുശേഷം 1945 ഈജിപ്തിൽ നിന്ന് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ വീണ്ടും കിട്ടുകയുണ്ടായി. കാണാതായ ആട്ടിൻകുട്ടിയെ തേടി മരുഭൂമിയിലെത്തിയ ബാലനായ ആട്ടിടയൻ അവിടെ ഒരു ഗുഹ കാണുകയും അതിലേക്ക് കല്ലുകൾ വലിച്ചെറിയുകയും ചെയ്തു. ജാറുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട ബാലൻ തിരികെ പോയി കൂടുതൽ കൂട്ടുകാരുമായി എത്തി ഗുഹയ്ക്കുള്ളിൽ കയറി പരിശോധിച്ചപ്പോൾ ഏകദേശം 9ഓളം മാനുസ്ക്രിപ്റ്റുകൾ കിട്ടുകയും തുടർന്ന് ഈജിപ്തിലെ നാഗ്ഹമാഡിയിൽ നടത്തിയ അന്വേഷണത്തിൽ ബൈബിളിൽ ചേർക്കാത്തവയുടെ കൂടുതൽ മാനുസ്ക്രിപ്റ്റുകൾ കിട്ടുകയും ചെയ്തു. ദി ബുക്ക് ഓഫ് ഈനോക്കിനെ കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ ജൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നോഹയുടെ മുത്തച്ഛനായ ഈനോക്ക് അഥവാ ഹാനോക്ക് ആദമിൽ നിന്നും 7-ാം തലമുറക്കാരനും ദൈവത്തോടൊപ്പം നടന്നവനും ദൈവത്താൽ ജീവനോടുകൂടി എടുക്കപ്പെട്ടവനുമാണെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ചും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിലെ 1-ാം ബുക്കായ ദി ബുക്ക് ഓഫ് വാച്ചേഴ്സിൽ 36 അധ്യായങ്ങൾ ഉള്ളതിൽ ആദ്യത്തെ 5 അധ്യായങ്ങൾ ആ ബുക്കിൻ്റെ ഇൻട്രഡക്ഷനാണ്. അതിലെ ആദ്യ അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണുള്ളത്. ദൈവകൽപ്പന ലംഘിച്ച ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ചുള്ള കഥ തുടങ്ങുന്നത് 6-ാം അധ്യായത്തോടു കൂടിയാണ്. ആദ്യത്തെ 5 അധ്യായങ്ങളിലെ ഇൻട്രഡക്ഷൻ്റെ സമ്മറി ഒന്ന് കേട്ടിട്ട് നമുക്ക് വിശദമായി 6-ാം അധ്യായം മുതലുള്ള കഥ കേൾക്കാം. ദുഷ്ടരെയും അഭക്തരെയും നശിപ്പിക്കുവാനുള്ള നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നാളുകളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാന്മാരെ ഹാനോക്ക് അനുഗ്രഹിച്ചുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ലോർഡിനാൽ ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ട നീതിമാനായ അദ്ദേഹത്തെ ദിവ്യ ദർശനത്തിൽ കൂടി ലോർഡ് സ്വർഗീയ കാഴ്ചകൾ കാണിക്കുകയുണ്ടായി. മാലാഖമാർ കാണിച്ചു കൊടുത്തതും പറഞ്ഞു തന്നതുമായ എല്ലാം തനിക്ക് മനസ്സിലായി. എങ്കിലും അവയൊന്നും ആ കാലഘട്ടത്തിലേക്കുള്ളതായിരുന്നില്ല. വിദൂരതയിൽ വരുവാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുവാനുള്ളതായിരുന്നു അവയെല്ലാം. ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് ഹാനോക്ക് പറയുന്നത് ഇതാണ്: വിശുദ്ധനും മഹാനുമായവൻ തൻ്റെ വാസസ്ഥലത്തു നിന്നും പുറപ്പെടും. നിത്യനായ ദൈവം അവിടെ നിന്നും സീനായി പർവ്വതത്തിൽ ചവിട്ടും. സ്വർഗത്തിൽ നിന്നും തനിക്ക് ലഭിച്ച അധികാരത്തിൻ്റെ ശക്തിയിൽ തൻ്റെ സൈന്യത്തോടൊപ്പം അവൻ പ്രത്യക്ഷനാകും. ഭൂമിയുടെ അറ്റങ്ങളോളം ഭയം എല്ലാവരെയും ഗ്രസിക്കും. വാച്ചേഴ്സ് അഥവാ ഫാളൻ ഏഞ്ചൽസ് വല്ലാതെ ഭയന്ന് ഞടുങ്ങി വിറയ്ക്കും. ഉയർന്ന പർവ്വതങ്ങൾ ഇളകിയാടും. ഉയർന്ന കുന്നുകൾ
നിലം പതിച്ച് തീജ്വാലയിൽ മെഴുകുന്ന പോലെ ഉരുകിപ്പോകും. ഭൂമി വീണ്ടും താഴേക്ക് പോയി അതിനുള്ളിലുള്ളതെല്ലാം നശിച്ചു പോകും. നീതിമാന്മാർ ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെ മേലും ന്യായവിധി ഉണ്ടാകും. എന്നാൽ നീതിമാന്മാർക്ക് അവൻ സമാധാനമുണ്ടാക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ സുരക്ഷിതരായി കാക്കും. അവൻ്റെ കരുണ അവരുടെ മേലുണ്ടാകും. അവരെല്ലാം ദൈവത്തിനുള്ളവർ. അവർ അഭിവൃദ്ധി പ്രാപിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കും. ഇതാ 10,000 വിശുദ്ധരോടൊപ്പം എല്ലാവരുടെയും മേൽ ന്യായവിധി നടപ്പിലാക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനുമായി അവൻ വരുന്നു. പാപികൾ അവർ ചെയ്ത എല്ലാ അധാർമിക പ്രവൃത്തികളെയും ഭക്തികെട്ടവർ കഠിനമായി അവനെതിരെ സംസാരിച്ചതും പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും വിചാരണ ചെയ്യുവാനുമായി അവൻ വരുന്നു. ഇവിടെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. 2 മുതൽ 4 വരെയുള്ള ആമുഖത്തിൽ കൂടി ആകാശത്തും ഭൂമിയിലും ആദ്യം മുതൽ അവസാനം വരെ ഒരു മാറ്റവുമില്ലാതെ നിത്യേന സംഭവിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുവാനാണ് ഹാനോക്ക് പറയുന്നത്. ആകാശ വിളക്കുകൾ അവ ഗതി മാറാതെ അതാതിൻ്റെ സമയങ്ങളിൽ ഒരേ പാതയിൽ ഒരു നിയമവും ലംഘിക്കാതെ സഞ്ചരിക്കുന്നത്. ഭൂമിയിലെ വിവിധ കാലങ്ങൾ, മേഘങ്ങൾ, മഴ, മഞ്ഞ് ഇവയെല്ലാം ആശ്രയിക്കുന്ന വെള്ളത്താൽ ഭൂമി നിറയപ്പെടുന്നത്. അങ്ങനെ പ്രകടമായി കാണുന്ന ദൈവീക പ്രവൃത്തികളെ വീക്ഷിച്ച് അതിൽ കൂടി സൃഷ്ടിയുടെ ദൈവീക മഹത്വത്തെ തിരിച്ചറിയുവാനുള്ള ആഹ്വാനം ആണ് ഹാനോക്ക് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. 3-4 അധ്യായങ്ങളിൽ പ്രകൃതിയെ നിരീക്ഷിച്ച് സൃഷ്ടിയുടെ മഹത്വത്തെ മനസ്സിലാക്കുവാനാണ് ഹാനോക്ക് പറയുന്നത്. മഞ്ഞുകാലത്ത് എല്ലാ മരങ്ങളും ഇലകൾ കൊഴിഞ്ഞ് വാടി നിൽക്കുന്നതായി കാണുമ്പോൾ 14 മരങ്ങളുടെ ഇലകൾ പൊഴിയാതിരിക്കുന്നത്, ഇവ 2-3 വർഷത്തിന് ശേഷം പുതിയ ഇലകൾ വരുന്നതുവരെ പഴയ ഇലകളിൽ തന്നെ നിലനിൽക്കുന്നത്, മരങ്ങൾ ഇലകളാൽ മൂടപ്പെട്ട് ഫലം കായ്ക്കുന്നത്, അതുപോലെ വേനൽക്കാലത്ത് സൂര്യൻ നേരെ മുകളിലായിരിക്കുന്നത്, അതിൻ്റെ ആരംഭത്തിൽ ഭൂമി ചുട്ടുപൊള്ളുന്നത്. 5-ാം അധ്യായത്തിൽ ദൈവകൽപ്പന ലംഘിച്ച മാലാഖമാരെ കുറിച്ചും അവർക്കുള്ള ശിക്ഷയുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥിതിയെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. 5-ാം അധ്യായത്തിൽ ദൈവകൽപ്പന പ്രകാരം എങ്ങനെയാണ് കടലും നദികളും ഒത്തുചേർന്ന് അവരുടെ ജോലികൾ പൂർത്തിയാക്കുന്നതെന്നും, എങ്ങനെയാണ് ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട ജോലികൾക്ക് ഒരു മാറ്റവും വരുത്താതെ വർഷം തോറും തുടർച്ചയായി ഇവയൊക്കെ നടക്കുന്നതെന്നും നിരീക്ഷിക്കുവാൻ ഹാനോക്ക് പറയുന്നു. ദൈവകൽപ്പനകൾ ഓരോന്നും ദൈവം കൽപ്പിക്കുന്നത് പോലെ തന്നെ ദൈവത്താൽ നിശ്ചയിക്കപ്പെടുന്ന സമയങ്ങളിൽ കൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്താതെ നിവർത്തിച്ചവർ തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്ത് ദൈവത്തെ സേവിക്കുന്നു. എന്നേക്കും ജീവിക്കുന്നവൻ എങ്ങനെയാണ് ഇവയൊക്കെയും ഉണ്ടാക്കിയത് എന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കൂ എന്ന് പറയുന്ന ഹാനോക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദൈവപുത്രന്മാരായ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന്. നമുക്കും കുട്ടികൾ ജനിക്കേണ്ടുന്നതിനായി നമുക്കേവർക്കും ഭൂമിയിലെ സുന്ദരിമാരെ ഭാര്യമാരായി സ്വീകരിക്കാമെന്ന് അവരുടെ നേതാവ് പറഞ്ഞപ്പോൾ മറുപടിയായി മറ്റു മാലാഖമാർ പറഞ്ഞത്, നിയമങ്ങളിലെ ശാപങ്ങളുടെ കെട്ടിനാങ്ങൾ നാം ബന്ധിക്കപ്പെട്ടിരിക്കിയാൽ ഇതിൽ നിന്നും പിന്തിരിയാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും കൂടി സത്യം ചെയ്യാമെന്നാണ്. അതിനുള്ള ദൈവത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അങ്ങനെ നിങ്ങൾ എന്നിൽ ഉറച്ചു നിൽക്കുകയോ നിയമങ്ങൾ പാലിക്കുകയോ ചെയ്തില്ല. മഹത്വം കൊടുക്കേണ്ടവന് എതിരായി നീ നിന്റെ ഹൃദയത്തിൽ പ്ലാനുകൾ മെനയുകയും അത് നടപ്പിലാക്കുവാനായി
നിന്റെ അശുദ്ധമായ വായ കൊണ്ട് ഗർവത്തോടെ നീ കഠിനമായ വാക്കുകൾ സംസാരിക്കുകയും നിന്റെ ഹൃദയാഭിലാഷത്തിന്റെ പൂർത്തീകരണത്തിനായി നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുകയാൽ കഠിന ഹൃദയനായ നിനക്ക് സമാധാനം കിട്ടുകയില്ല. അതിനാൽ നിന്റെ ദിവസങ്ങൾ നിനക്ക് ശാപമായി തീർന്ന് നിന്റെ ആയുസ്ദൈർഘ്യത്തിന് നാശമുണ്ടാകും. അനന്തമായ ശാപം വർദ്ധിക്കുകയല്ലാതെ നിനക്ക് കരുണ ലഭിക്കുകയില്ല. ആ നാളുകളിൽ സകല നീതിമാന്മാർക്ക് നിത്യശാപമായി നിന്റെ നാമം മാറും. പാപികളായ നിങ്ങളെ അവർ എന്നേക്കും ശപിക്കും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചുള്ളവയാണ് ഇനിയുള്ളവ. നമുക്കതൊന്ന് കേൾക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വെളിച്ചവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. അവർ ഭൂമിയെ അവകാശമാക്കും. പക്ഷേ ഭക്തികെട്ടവരായ നിങ്ങൾക്കുള്ള ശാപം നിലനിൽക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജ്ഞാനം നൽകപ്പെടും. അതിനാൽ അവർ എല്ലാവരും ജീവിക്കും. അവർ വിനീതരായിരിക്കും. മറവിയാലോ ഗർവത്താൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 200ഓളം വരുന്ന ഫോളൻ ഏഞ്ചൽസിന്റെ നേതാക്കളാലോ അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു മാലാഖമാരാലോ വീണ്ടും അവർ തെറ്റ് ചെയ്യുകയില്ല. അവർ ഇനി തെറ്റ് ചെയ്യുകയില്ല. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ വിധിക്കപ്പെടുകയുമില്ല. ഉഗ്രകോപത്താൽ മരിക്കുകയുമില്ല. അവർ തങ്ങളുടെ ആയുർദിനങ്ങൾ പൂർത്തിയാക്കും. അവർക്ക് മാത്രമല്ല, അവരോട് അടുത്തിടപെടുന്ന എല്ലാവർക്കും അവർ സമാധാനം കൊടുക്കും. നിസ്വാർത്ഥരും സ്വബോധമുള്ളവരുമായ അവരുടെ മനസ്സമാധാനവും സന്തോഷവും നാൾ തോറും വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ദി ബുക്ക് ഓഫ് വാച്ചേഴ്സിന്റെ ആദ്യ 5 ബുക്കുകളായ അതിന്റെ ആമുഖത്തിന്റെ സമ്മറി ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനിയാണ് ഫാളൻ ഏഞ്ചൽസിന്റെ കഥ തുടങ്ങുന്നത്. ഭൂമിയെ നിരീക്ഷിക്കുവാൻ ദൈവം ചുമതല ഏൽപ്പിച്ചിരുന്ന മാലാഖമാരിലെ ചില വിമതരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ബൈബിളിൽ ഉൽപ്പത്തി അധ്യായം 6 ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കേട്ടിട്ട് നമുക്ക് ബുക്കിൽ എന്താണ് എന്ന് നോക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അക്കാലത്ത് ഭൂമിയെ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ തന്നെ. ബൈബിളിൽ ഇത്രമാത്രം പറഞ്ഞിരിക്കുന്ന ഒന്നാണ് 31 അധ്യായങ്ങളിൽ ഹാനോക്ക് വിവരിക്കുന്നത്. ഈനോക്കിന്റെ ആദ്യ ബുക്കായ ദി വാച്ചേഴ്സ് തുടങ്ങിയാണ്. ഇതിന്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവകൽപ്പന ലംഘിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയെ വഷളാക്കിയ വാച്ചേഴ്സിന്റെ പ്ലാൻ, നിയമലംഘനം, ഭൂമിയിൽ അവർ ചെയ്ത പ്രവൃത്തിയാൽ ദൈവം അവർക്ക് ശിക്ഷ വിധിക്കുന്ന ഇവയെക്കുറിച്ചൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈനോക്കിന് ലഭിച്ച ദർശനങ്ങളെ കുറിച്ചാണ്. ഈനോക്ക് അവരുടെ ഇടയിൽ മധ്യസ്ഥനായി എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഇവയൊക്കെ നമുക്കതൊന്ന് കേൾക്കാം. കാലം കഴിഞ്ഞതോടെ ഭൂമിയിലെ ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിലെ മനുഷ്യർക്ക് ജനിച്ച മനോഹാരികളായ പെൺമക്കളെ കണ്ട് ദൈവപുത്രന്മാരിൽ ചിലർ അവരിൽ ആകൃഷ്ടരാകുകയും അവരെ മോഹിക്കുകയും ചെയ്തു. അവർ അന്യോന്യം പറഞ്ഞത്, വരൂ, നമുക്ക് പോയി ഭൂമിയിലെ സ്ത്രീകളെ ഭാര്യമായി തിരഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ കുട്ടികളെ ജനിപ്പിക്കാം. അവരുടെ നേതാവായ സംയാസ അവരോട്, നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ വലിയ പാപത്തിന് ഞാൻ മാത്രം ഉത്തരവാദിയാകും. അതിനവർ ഒന്നിച്ചുകൂടി പറഞ്ഞത്, ഇതിൽ മാറ്റം വരുത്താതിരിക്കുവാൻ, ഈ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ നമുക്കെല്ലാവർക്കും പരസ്പരം ശാപങ്ങളാൽ ബന്ധിക്കാം, ശപഥം ചെയ്യാം. അതിനുശേഷം പരസ്പരം ശാപങ്ങളാൽ ബന്ധിച്ചവർ സത്യം ചെയ്ത്
ആ 200 പേർ ആർമോൺ മൗണ്ടൻ കൊടുമുടിയായ ആർഡീസിലേക്ക് ഇറങ്ങി വന്നു. ശാപങ്ങളാൽ ബന്ധിച്ചവർ സത്യം ചെയ്തതിനാലാണ് അതിന് ആർമോൺ എന്നവർ പേരിട്ടത്. ഈനോക്കിന്റെ പിതാവ് ജാരേഡിന്റെ കാലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാച്ചേഴ്സ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് ഈനോക്കിന്റെ അപ്പൻ ജാരേഡിന്റെ കാലത്ത്. ഈ മാലാഖമാർ വന്ന് വളരെ കാര്യങ്ങൾ ജനത്തെ പഠിപ്പിക്കുകയുണ്ടായി. ഈനോക്ക് ആദ്യ എഴുത്തുകാരനായിരുന്നു. അതിനാൽ തന്നെ ഈ മാലാഖമാരാണ് ലിപികൾ ഉണ്ടാക്കിയത് എന്ന് കരുതുന്നു. ഈ ബുക്കിൽ നോഹയുടെ കാലത്ത് നടക്കേണ്ടുന്ന വെള്ളപ്പൊക്കത്തിന്റെ പ്രവചനമുണ്ട്. തന്റെ തലമുറയെ രക്ഷിക്കുവാനായിരിക്കും ഈനോക്ക് ഈ പുസ്തകം എഴുതിയത്. നോഹയുടെ മുതുമുത്തച്ഛനാണ് ഈനോക്ക്. ഈ ബുക്ക് എഴുതിയത് നോഹയുടെ ജനനത്തിന് മുൻപും. സംയാസ ആയിരുന്നു അവരുടെ നേതാവ്. ഉറാക്കിബ, റെമീൽ, കൊക്കാബിയേൽ, ടാം, സക്കിയേൽ, സാംസിയേൽ, സപ്താരിയേൽ, ടൂറിയേൽ, ആംലേൽ, ദാനിയേൽ, ടെറസ്കൂലേൽ, ബെറാക്കളെ, സായേൽ, ആമറോസ്, ബട്രാലിയൻ, അനാനെ, യോമിയേൽ, സാരിയേൽ ഇവരായിരുന്നു ആ 200 മാലാഖമാരുടെയും അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു മാലാഖമാരുടെയും മേൽനോട്ടക്കാർ. അവർ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം ഭൂമിയിൽ നിന്നും ഭാര്യമാരെ സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിലെ ചാരുതകളും മന്ത്രങ്ങളും അവർ അവരെ പഠിപ്പിക്കുകയും മരങ്ങളും വേരുകളും എങ്ങനെ മുറിക്കണമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ഭാര്യമാരായി സ്വീകരിച്ചവർ ഗർഭം ധരിക്കുകയും കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി, കുട്ടികൾ വളർന്നു. വളരെയധികം പൊക്കമുള്ളവരായിരുന്നു അവർ. അതിൽ ചിലർ 3000 ക്യൂബിറ്റ്സ് വരെ പൊക്കമുള്ള വലിയ രാക്ഷസന്മാരായിരുന്നു. മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം അവർ വിഴുങ്ങി. അവരുടെ വിശപ്പടക്കുവാൻ, അവരെ താങ്ങുവാൻ മനുഷ്യർക്ക് കഴിയാതെ വന്നപ്പോൾ അവർ മനുഷ്യരിലേക്ക് തിരിഞ്ഞ് അവരെ തിന്നുവാൻ തുടങ്ങി. അവർ പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും ഉപദ്രവിച്ച് പാപം ചെയ്യുവാനും തുടങ്ങി. മനുഷ്യർ ലോഡിനെ വിളിച്ച് കരഞ്ഞു. ലോഡുകളുടെ ലോഡും ദൈവങ്ങളുടെ ദൈവവുമായവനെ, തലമുറകൾ നിലനിൽക്കേണ്ടതിനായി ഇവയെ പിടിച്ചു കിട്ടുവോ? ഞങ്ങൾക്ക് താങ്ങുവാൻ കഴിയുന്നില്ല. അവർ ഈ ലോകത്തിലെ പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, മീനുകൾ, ഈ ലോകത്ത് അവിടുന്ന് സൃഷ്ടിച്ചതിനോടൊക്കെയും പാപം ചെയ്യുവാൻ തുടങ്ങി. അങ്ങയുടെ എല്ലാത്തിനും മേൽ അധികാരം സ്ഥാപിച്ച എല്ലാത്തിനെയും കൊന്ന് കീറി മുറിച്ചവരുടെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ മുന്നിൽ വെച്ച് നടക്കുന്നതെല്ലാം അവിടുന്ന് കാണുന്നുവല്ലോ. അപ്പോൾ ഭൂമിയും അധർമ്മികൾക്കെതിരെ പരാതി പറഞ്ഞു. ഈ അധർമ്മികളെ കാണാതിരിക്കത്തക്കവണ്ണം അവിടുത്തെ മുന്നിൽ തടസ്സമായി ഒന്നുമില്ലല്ലോ. അസസ്സേൽ ചെയ്തതെന്തെന്ന് അവിടുന്ന് കാണൂ. ഭൂമിയെ അധർമ്മത്തിലേക്ക് തള്ളിവിടുവാൻ വേണ്ടതെല്ലാം അസസ്സേൽ അവരെ പഠിപ്പിച്ചു. കുന്തങ്ങൾ, വാളുകൾ, ഷീൽഡുകൾ, ബ്രസ്റ്റ് പ്ലേറ്റുകൾ ഇവയെല്ലാം കാണിച്ചു കൊടുത്ത് അവ എങ്ങനെ നിർമ്മിക്കാമെന്നവരെ പഠിപ്പിച്ചു. കൂടാതെ വളക്കളും മറ്റുള്ള ആഭരണങ്ങളും ഉണ്ടാക്കുന്ന എങ്ങനെ എന്ന് തുടങ്ങി രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന മന്ത്രങ്ങൾ വരെ എല്ലാം അവർ വെളിപ്പെടുത്തി. സംയാസ അവരെ കണ്ണുകളുടെ മേക്കപ്പ് പഠിപ്പിച്ചു. അവരുടെ കൺപീലികളെ എങ്ങനെ മനോഹരമാക്കാം എന്നതും. വിലയേറിയ കല്ലുകൾ, വിവിധ നിറത്തിലുള്ള ഡൈകൾ ഇവയൊക്കെയും അവർക്ക് നൽകി സ്ത്രീകളെ വശത്താക്കി അവരോടൊപ്പം അവർ ശയിച്ചു. വേരുകൾ മുറിക്കുന്നതും മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതും എങ്ങനെ എന്ന് അമേസറാക്ക് പഠിപ്പിച്ചപ്പോൾ അമാറോസ് അതിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള പരിഹാരക്രിയകളും പഠിപ്പിച്ചു. ബാറക്കിയേൽ ആകാശത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകി നക്ഷത്ര നിരീക്ഷകരെയും ജ്യോതിഷക്കാരെയും പഠിപ്പിച്ചെടുത്തപ്പോൾ
കൊക്കാബിയേൽ ലക്ഷണങ്ങൾ നോക്കി ശകനം പറയുന്നവരെയും പഠിപ്പിച്ചെടുത്തു. അതുപോലെ തമിയേലും അസ്രാഡേലും പഠിപ്പിച്ചു. എന്നാൽ ഈ ഭാഗത്തിലെ മാനുസ്ക്രിപ്റ്റ് കുറച്ച് പോയിട്ടുള്ളതിനാൽ അതിവിടെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതോടുകൂടി അധർമ്മം പെരുകി. പരസംഗവും സ്ത്രീകൾ ജന്മം നൽകിയ രാക്ഷസക്കുട്ടികൾ എല്ലാം വഴിതെറ്റിപ്പോയി. അതോടുകൂടി ഭൂലോകന്റെ ജീവിത വഴികൾ മുഴുവനായി മാറിപ്പോയി. മനുഷ്യന്റെ വിലാപം സ്വർഗത്തിലെത്തിയപ്പോൾ അതെന്താണ് എന്നറിയുവാൻ ഗബ്രിയേലും മീഖായേലും സുറിയേലും യൂറിയേലും സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കി. ഭൂമിയിൽ നടക്കുന്ന അധർമ്മം ഒക്കെയും അവർ കണ്ടു. അതിക്രമത്താൽ ഭൂമിയിൽ ചൊരിയപ്പെട്ട രക്തത്തിന്റെ തൂതും. അവർ അന്യോന്യം പറഞ്ഞു, മനുഷ്യരുടെ കരത്തിൽ സ്വർഗ കവാടം വരെ ഭൂമി എത്തിക്കട്ടെ. സ്വർഗത്തിലെ വിശുദ്ധനോട് അവർ പറഞ്ഞത്, മനുഷ്യർ നീതിക്കായി കേഴുന്നു. മനുഷ്യന്റെ സോളുകൾ ആവശ്യപ്പെടുന്നു. അവരുടെ ആവലാതി ലോഡിന്റെ ലോഡും ദൈവങ്ങളുടെ ദൈവവുമായവന്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ. ഭൂമിയിലെ മനുഷ്യരുടെ നാശം അവർക്ക് ഓരോരുത്തർക്കും എന്താണ് സംഭവിച്ചതെന്ന് അങ്ങ് അറിയുന്നുവെങ്കിലും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് എന്താണ് പറയാത്തത് എന്ന അവരുടെ ചോദ്യത്തിന് പരിശുദ്ധനായവൻ അവരോട്, അർസസായാലിനെ ലാമേക്കിന്റെ മകന്റെ അടുത്തേക്ക് അയക്കുക. അവനോട് ഒളിക്കുവാൻ പറയൂ. എന്റെ നാമത്തിൽ അവനെ വരുവാനിരിക്കുന്ന അന്ത്യം കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് പറയുക, മറയ്ക്കുക അവരുടെ നിലവിളി ശബ്ദം നിന്റെ ഗേറ്റ് വരെ. കാരണം ഭൂമി മുഴുവനും പ്രളയത്താൽ നശിക്കപ്പെടുവാൻ പോകുന്നു. അവനും അവന്റെ മക്കളും രക്ഷപ്പെട്ട് അതിജീവിക്കുവാനായി അവനെ പഠിപ്പിച്ചെടുക്കുക. വീണ്ടും ലോർഡ് റാഫേലിനോട് പറഞ്ഞത്, അസസ്സേലിന്റെ കയ്യും കാലും ബന്ധിച്ചവനെ ഇരുട്ടിലേക്ക് തള്ളൂ. ഡുഡായേലിലെ മരുഭൂമിയെ കീറി അതിനുള്ളിലേക്ക് അവനെ എറിയൂ. മൂർച്ചയേറിയ കൂർത്ത കല്ലുകൾ അവന്റെ മേൽ എറിയുക. ഇരുട്ടിനാൽ അവനെ മൂടുക. പ്രകാശം ഇനി ഒരിക്കലും കാണാത്തക്കവണ്ണം അവന്റെ മുഖം മൂടുക. ന്യായവിധിയുടെ ആ മഹാദിനത്തിൽ തീച്ചൂളയിലേക്ക് അവനെ എറിയത്തക്കവണ്ണം എന്നേക്കും അവൻ അവിടെ കിടക്കട്ടെ. മാലാഖമാർ നശിപ്പിച്ച ഭൂമിയെ പൂർവസ്ഥിതിയിലാക്കുക. ഭൂമിയെ പുനഃസ്ഥാപിച്ചതിന് ശേഷം അത് പ്രഖ്യാപിക്കുക. മാലാഖമാർ അവരുടെ മക്കളെ പഠിപ്പിച്ച എല്ലാ അറിവിനാലും ഭൂലോകം മുഴുവനായി നശിക്കാതിരിക്കുവാനാണ് ഞാൻ ഭൂമിയെ പുനഃസ്ഥാപിക്കുന്നത്. അസസ്സേലിന്റെ പ്രവൃത്തികളാലും അവൻ പഠിപ്പിച്ചവയാലും ഒക്കെയും ഭൂലോകം നശിച്ചതിനാൽ എല്ലാ പാപങ്ങളും അവന്റെ മേൽ എഴുതുക. ജാരസന്തതികൾക്കും ദുർജനത്തിനും വ്യഭിചാരിയുടെ മക്കൾക്കുമെതിരായി നടപടിയെടുക്കൂ. മനുഷ്യരുടെ ഇടയിൽ നിന്നും വാച്ചേഴ്സിന്റെയും വ്യഭിചാരികളുടെയും സന്തതികളെ നശിപ്പിക്കൂ. അവർക്കിനി അധിക കാലമില്ല. അവരെ പുറന്തള്ളൂ. അവർ അന്യോന്യം യുദ്ധം ചെയ്ത് നശിക്കേണ്ടതിനായി അവരെ തമ്മിലടുപ്പിക്കൂ. അവർ നിങ്ങളോട് അപേക്ഷിക്കും, പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് നിത്യജീവനാകയാൽ ഒരു ഗുണവും ഉണ്ടാകുകയില്ല. 500 വർഷം മാത്രമേ അവർ ജീവിക്കൂ. ലോർഡ് മിഖായേലിനോട് പറഞ്ഞത്, ഭൂമിയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ അശുദ്ധിയിൽ അവരോടൊപ്പം സ്വയം ദുഷിച്ച സംയാസയോടും അവനോടൊപ്പം ഉണ്ടായിരുന്ന മാലാഖമാരോടും പോയി പറയൂ. അവർ അവരുടെ പുത്രന്മാർ തമ്മിൽ തല്ലിച്ചാകുന്നതും അവരുടെ പ്രിയപ്പെട്ടവരുടെ നാശവും കാണുമെന്ന്. അത് കണ്ടു കഴിയുമ്പോൾ ഭൂമിയിലെ കുന്നുകൾക്കടിയിൽ 70 തലമുറയോളം അന്ത്യവിധിയുടെ പൂർത്തീകരണം വരെ അവരെ പിടിച്ചു കെട്ടുക. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വിധി തീർപ്പ് ഉണ്ടാകുന്നത് വരെ. ആ ദിവസങ്ങളിൽ അവർ അവരെ നരകാഗ്നിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് നയിക്കും. പീഡനം അനുഭവിച്ചുകൊണ്ട് എന്നേക്കുമായി അവർ അവിടെ തടവിലാക്കപ്പെടും.
തലമുറകളുടെ എല്ലാം അവസാനം വരെ അവരെല്ലാം ഒന്നിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കും. അതിനുശേഷം സംയാസയെ ചുട്ടുകൊല്ലും. അവനോടൊപ്പം മറ്റുള്ളവരും നശിച്ചു പോകും. എല്ലാ ദുഷ്പ്രവൃത്തികളും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാനായി മനുഷ്യരെ അധർമ്മത്തിലേക്ക് നയിച്ച കാമത്തിന്റെ ആത്മാക്കളെയും വാച്ചേഴ്സിന്റെ മക്കളെയും കൊന്നുകളയുക. അക്കാലത്തുള്ള എല്ലാ നീതിമാന്മാരും താഴ്മയുള്ളവരായി ജീവിക്കും. ആയിരക്കണക്കിന് കുട്ടികളെ അവർ ജനിപ്പിക്കും. സമാധാനത്തോടെ അവർ അവരുടെ യൗവനകാലവും ശബത്തും പൂർത്തീകരിക്കും. അവർ ഭൂമിയിൽ ശരിയായ രീതിയിൽ കൃഷി ചെയ്യും. അവർ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. ദൈവാനുഗ്രഹത്താൽ അവയിലൊക്കെ നിറയെ ഫലം കായ്ക്കും. എല്ലാവിധ മരങ്ങളും അവർ അതിൽ നടും. വൈൻ, ഒലീവ്സ് ഇവയൊക്കെയും ധാരാളമായി പഴങ്ങൾ തരും. അവർ വിതയ്ക്കുന്ന ഓരോ വിത്തിൽ നിന്നും ആയിരങ്ങൾ മുളച്ചു വരും. ഓരോ ഒലീവ്സിൽ നിന്നും 10 ഇരട്ടി എണ്ണ കിട്ടും. ഇപ്പോൾ ഭൂമിയിലുള്ള തെറ്റായതിൽ നിന്നെല്ലാം, എല്ലാ അകൃത്യങ്ങളിൽ നിന്നും, അനീതിയിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, പാപങ്ങളിൽ നിന്നും ഭൂമിയെ ശുദ്ധമാക്കാം. മനുഷ്യപുത്രന്മാർ നീതിമാന്മാരായി തീരുവാനും ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും എന്നെ സേവിക്കുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി തന്നെ. ഭൂമി എല്ലാ അഴിമതികളിൽ നിന്നും, എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ ക്രോധത്തിൽ നിന്നും, പീഡനത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും. ഇനി ഞാൻ ഒരു തലമുറയിലും ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം അയക്കുകയില്ല, ഒരിക്കലും. അന്നാളെ മനുഷ്യപുത്രന്മാരുടെ അധ്വാനത്തിന്മേൽ ഭൂമിയിലേക്ക് അയക്കുവാനായി സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം ഞാൻ തുറക്കും. സത്യവും സമാധാനവും ഒന്നിച്ചു ചേരും നിത്യതയുടെ തലമുറയ്ക്കായി. ദി ബുക്ക് ഓഫ് വാച്ചേഴ്സിലെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈനോക്കിന് ലഭിച്ച ദർശനങ്ങളെ കുറിച്ചാണ്. ഈനോക്ക് അവരുടെ ഇടയിൽ മധ്യസ്ഥനായി എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇവയൊക്കെ. വീഡിയോ നീണ്ടു പോകുന്നതിനാൽ ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും. താങ്ക് യു.